പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വിതരണം കുറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. റഷ്യയിൽ നിന്നുള്ള ചരക്കുകളുടെ കിഴിവ് ആകർഷകമല്ലാത്തതിനാൽ ഇന്ത്യൻ റിഫൈനറിമാർ ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കുകയായിരുന്നെന്നും പെട്രോളിയം വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗണ്യമായി കുറഞ്ഞു വരികയാണ്. പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നം മൂലം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കാതെ കടലിൽ ചുറ്റിത്തിരിയുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് കാരണമല്ല റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതെന്നാണ് മന്ത്രി പ്രതികരിക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഏറ്റവും ലാഭകരമായ വിലയ്ക്ക് ഊർജം ലഭിക്കണമെന്ന് ഒരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴിവുകൾ ലഭിച്ചതോടെ റഷ്യൻ ഇറക്കുമതി 40% ഉയർന്നു. ഇപ്പോൾ അവർ 33%, 28%, 29% ആയി കുറഞ്ഞുവെങ്കിൽ അതിൻ്റെ പ്രശ്നം പേയ്മെന്റ് അല്ല. കേന്ദ്രമന്ത്രി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ PTI ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ഓപ്ഷനുകൾ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയെന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്യുന്ന ഏത് വിൽപ്പനക്കാരിൽ നിന്നും രാജ്യം ഏത് സമയത്തും എണ്ണ വാങ്ങുമെന്നും മന്ത്രി പ്രതികരിച്ചു. പ്രതിദിനം ഉപയോഗിക്കുന്ന 5 ദശലക്ഷം ബാരൽ നമ്മൾ റഷ്യയിൽ നിന്ന് പ്രതിദിനം 1.5 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങുന്നു. അവർ കിഴിവ് നൽകുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് വാങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈൻ യുദ്ധകാലത്ത് പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് രാജ്യം കനത്ത വിലക്കിഴിവിൽ എണ്ണ നൽകാൻ തുടങ്ങിയത്. ആകർഷകമായ വിലക്കുറവ് കാരണം റഷ്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിൽപ്പനക്കാരായി ഇന്ത്യ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. ചെങ്കടൽ പ്രതിസന്ധി ഇന്ത്യയിൽ ഇന്ധന വിതരണത്തെ ബാധിക്കില്ലെന്നും ഹർദീപ് പുരി വ്യക്തമാക്കി. ചില വിതരണക്കാർ തങ്ങളുടെ റൂട്ട് മാറ്റി ഇപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെയാണ് വരുന്നത്. ചെങ്കടൽ സൂയസ് കനാലും ഒഴിവാക്കുന്നത് യാത്രാ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂയസ് കനാൽ ട്രാൻസിറ്റ് ഫീസ് നൽകേണ്ടതില്ല. അതിനാൽ ഇത് സമതുലിതമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്രോൾ വില ഉയരില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നും ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അത്തരം പദ്ധതികളൊന്നും കേന്ദ്രത്തിനില്ലെന്നും പുരി വ്യക്തമാക്കി.